ആരോഗ്യമുള്ള മനസ്സുള്ളവിടത്തെ ആരോഗ്യമുള്ള ശരീരമുണ്ടാവും. അങ്ങനത്തെ ശരീരത്തിൽ ഈശ്വരൻ വരെ വാഴുമെന്നാണ് ചൊല്ല്. അപ്പോൾ ഈ ഒരു പോസിറ്റീവ് തോട്ടോടു കൂടി തന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. വെൽക്കം ടു ഗുഡ് ലൈഫ്. ഗ്ലൂക്കോമ എന്നൊരു ഐ ഡിസോർഡർ ഇപ്പോൾ എല്ലാ GCC കൺട്രീസിലും നമ്മൾ കൂടുതലായി കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഡിസോർഡറിൻ്റെ സിംറ്റംസ്, കോംപ്ലിക്കേഷൻസ്, ഇതെങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മളെ ഇന്നത്തെ എപ്പിസോഡ്. അതിനുവേണ്ടി നമ്മോടൊപ്പം വീണ്ടും ഡോക്ടർ ആരിഫാണുള്ളത്. വെൽക്കം ടു ദ ഷോ ഡോക്ടർ. അപ്പോൾ മോസ്റ്റ് ഓബ്വിയസ്ലി എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ വാട്ട് ഈസ് ഗ്ലൂക്കോമ എന്നായിരിക്കും. ഗ്ലൗക്കോമ എന്ന് പറഞ്ഞാൽ ജനറലി ഒരുപാട് സബ് ഡിവിഷൻസ് ഉണ്ട്. പക്ഷേ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിൻ്റെ ഉള്ളിലുള്ള പ്രഷർ കൂടുക. ഓക്കെ. അത് ഒരുപാട് ആൾക്കാർ കൺഫ്യൂസ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ബ്ലഡ് പ്രഷറും കണ്ണിലെ പ്രഷറും ഒന്നാണെന്നാണ് വിചാരിക്കുന്നത് ഒരുപാട് ആൾക്കാർക്ക്. അപ്പം ബേസിക്കലി കണ്ണിനൊരു സ്ട്രക്ചറിന് നമ്മളിപ്പം കമ്പയറബിൾ ആയിട്ടൊരു വസ്തു എടുക്കുകയാണെങ്കിൽ ഞാൻ സാധാരണ ഫുട്ബോളാണ് എടുക്കാറുള്ളത്. അപ്പം ഫുട്ബോളിന് സാധാരണ ഒരു പെർട്ടിക്കുലർ പ്രഷർ ഉണ്ടാവും. ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാം. അതിൽ നിന്ന് കാറ്റഴിച്ചു വിട്ടാൽ അതിൻ്റെ ഷേപ്പ് മാറി കിട്ടില്ലേ. അതേമാതിരി കൂടുതൽ പ്രഷർ അടിച്ചാലും ഭയങ്കര ടൈറ്റ് ആവും. അതേമാതിരിയാണ് കണ്ണ്. അപ്പോൾ ഈ കണ്ണിൻ്റെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളെ ശരീരം തന്നെ പതുക്കെ ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ. അപ്പോൾ അതേമാതിരി അതിൽ നിന്ന് പ്രഷർ കുറയ്ക്കാൻ വെള്ളം ഒരു സൈഡിൽ നിന്ന് ഊർന്ന് പോകുന്നുണ്ട്. ആ ഒരു സർക്കുലേഷൻ്റെ ഒരു മെക്കാനിസത്തിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയാലാണ് സാധാരണ എന്താ പറ്റുന്നത്, പ്രഷർ കൂടും. വേറൊരു എക്സാമ്പിൾ പറയാനുള്ള, ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളൊരു സിങ്ക് എടുക്കുകയാണ്, ഒരു നോർമൽ ബേസിൻ, അതിനൊരു ഓട്ട ഉണ്ടാവും അറ്റത്ത്. ആ ഓട്ടയുടെ സൈസ് അനുസരിച്ച് ഇപ്പോൾ നമ്മൾ വെള്ളം ഒരുപാട് ഫോഴ്സിൽ വിട്ട് കഴിഞ്ഞാൽ ഒരു പരിമിതി വരെ വെള്ളത്തിന് അതിൻ്റെ അകത്ത് ആ ഓട്ടക്കൂടി ഒഴുകി പോകാനുള്ള കപ്പാസിറ്റി ഉള്ളു. അത് കഴിഞ്ഞാൽ എന്താ പറ്റുക, വെള്ളം ഊർന്ന് സൈഡിൽ കൂടി പോകും. പക്ഷെ കണ്ണിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു സ്ട്രക്ചറിൽ ഊർന്ന് പോകാൻ അപ്പോൾ എന്താ പറ്റുക, കണ്ണിൻ്റെ പ്രഷർ കൂടും. ഇതിൻ്റെ ഡേഞ്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആബ്സല്യൂട്ട്ലി സിംറ്റംലെസ് ആണ്. ഗ്ലൗക്കോമ എന്ന് പറഞ്ഞ ഒരു 100 പേഷ്യൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ പല സബ് ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്നത് ഒരു ഓപ്പൺ ആംഗിൾ ഗ്ലൗക്കോമ എന്ന് പറഞ്ഞിട്ടൊരു ടൈപ്പാണ്. അതിലെന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയില്ല, പ്രഷർ കൂടും, അത് ഒരു പരിമിതി വരെ കൂടുള്ളൂ. പക്ഷേ അതിൻ്റെ കൂടെ ഈ നെർവ് ഡാമേജ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ സിംറ്റംസ് ഇല്ല, കാഴ്ച നോർമലാണ്, പക്ഷേ അസുഖമുണ്ട്. അപ്പോൾ സാധാരണ അങ്ങനത്തെ ആൾക്കാർ എന്താണെന്ന് വെച്ചാൽ എസ്പെഷ്യലി ബിസി ലൈഫ് സ്റ്റൈലല്ലേ, ഇവിടെ സമയം കിട്ടുന്നില്ല, ഡോക്ടറെ കാണാൻ പറ്റുന്നില്ല. അപ്പം നമ്മുടെ അടുത്ത് എത്തുമ്പോഴത്തേക്കും ഓൾറെഡി അഡ്വാൻസ് സ്റ്റേജിലായിരിക്കും. അപ്പം നിമിഷ ഇപ്പം ഒബിയസ്ലി സിംറ്റംസിനെ പറ്റിയല്ലേ നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഞെട്ടിപ്പോവും. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഗ്ലൗക്കോമ പേഷ്യൻസ് എന്നുവെച്ചാൽ അങ്ങേയറ്റം ഡാമേജ് ഓൾമോസ്റ്റ് പൂർത്തിയായി. കാഴ്ച ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ സാധാരണ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മൾ ലൈനുകൾ വായിപ്പിക്കാറുണ്ട്. ആ ലൈനുകൾ അതിൻ്റെ ആ സൈസ് കുറഞ്ഞു വന്നിട്ട് അവസാനം ഒരു 6x6 എന്ന് പറഞ്ഞിട്ടൊരു വരിയുണ്ട്. അതിൻ്റെ അർത്ഥം കാഴ്ച നോർമലാണ്. അഡ്വാൻസ് ഗ്ലൗക്കോമയിൽ ആൾക്കാർ 6x6 വായിക്കും, ഒരു പ്രശ്നമില്ലാതെ, ഒരു പ്രോബ്ലം ഇല്ലാതെ. എക്സാക്ട്ലി. അപ്പം വാട്ട് ഈസ് ദ പ്രോബ്ലം? കാഴ്ച നോർമലാണെങ്കിൽ കണ്ണ് ഫങ്ഷൻ ചെയ്യുന്നതല്ലേ. ഞാൻ നിമിഷയുടെ മുമ്പിൽ ഇരിക്കുകയാണ്, ഐ എം ലുക്കിംഗ് ഇൻ യുവർ ഫേസ്, നിങ്ങളുടെ മുഖം ഫോക്കസ് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം എനിക്ക് ഈ സൈഡിലുള്ള ടേബിൾ കാണാം, approximately about 90 degrees from your face. നേരെ മറിച്ച് ഈ സൈഡിൽ എനിക്ക് ഈ ബോർഡും കാണാം, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പിക്ചർ. റൈറ്റ്, ഇതാണ് എൻ്റെ നോർമൽ ഫീൽഡ് ഓഫ് വിഷൻ, കാഴ്ചയുടെ പരിമിതി മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഗ്ലൗക്കോമയിൽ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബാലൻസിൻ്റെ താളം തെറ്റുമ്പോൾ, പ്രഷർ കൂടി വരുമ്പോൾ ആ പുറയിലുള്ള നരമ്പിൻ്റെ മേളിൽ പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണെന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിലുള്ള ബ്രെയിൻ കഴിഞ്ഞാൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഗ്രന്ഥിയാണ്. ബ്രെയിൻ തന്നെ എക്സ്ട്രീംലി കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ മേളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ അതിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഓരോ നരമ്പുകൾ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കും. ഓരോ നരമ്പ് ഒരുപാട് സൊഫിസ്റ്റിക്കേറ്റഡ് ആണ്. അതിന് എന്തെങ്കിലും ഡാമേജ് അടുത്തു കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കഥ കഴിഞ്ഞു. അത് പിന്നെ റീജനറേറ്റ്
ചെയ്യില്ല. ഓക്കെ. അപ്പോൾ അത് പോയത് പോയി. അപ്പോൾ എന്താ പറ്റുന്നത്, ഇപ്പം നിമിഷയുടെ മുഖത്തെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം എൻ്റെ ഫീൽഡ് ഓഫ് വിഷൻ, കാഴ്ചയുടെ പരിമിതി ഇതിന് പകരം കുറഞ്ഞ് പക്ഷേ എനിക്ക് നിമിഷയുടെ മുഖം വളരെ ക്ലാരിറ്റിയോടെ എനിക്ക് കാണാം. അതിനൊരു പ്രശ്നമില്ല. സറൗണ്ടിങ്സ് കാണുന്നില്ല. അപ്പം നമുക്ക് മനസ്സിലാവില്ല എങ്ങനെ പേഷ്യൻസ് സാധാരണ എൻ്റെ അടുത്ത് വരുന്നത്. അഡ്വാൻസ് കേസസിൽ അവരൊരു ലിവിങ് റൂമിൽ കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ സ്റ്റൂളുമ്മ തട്ടിപ്പോവുക, അല്ലെങ്കിൽ ഡൈനിങ് ടേബിളുമ്മ കാല് മുട്ടുക. അപ്പോഴാണ് അവർ വിചാരിക്കുക ഇത് സംതിങ് ഇസ് റോങ് സംവെയർ, എന്താണ് ഞാൻ ഈ സൈഡിലുള്ളതൊന്നും കാണാത്തത്. അപ്പോൾ വന്നിട്ട് നമ്മളടുത്ത് വരുമ്പോഴത്തേക്കാണ് ഇറ്റ്സ് ഓൾറെഡി ക്വൈറ്റ് ലേറ്റ്. അപ്പോൾ അതൊരു ഇന്റേണൽ ചെക്കപ്പ് അങ്ങനെയൊക്കെ നടത്തുമ്പോൾ മാത്രം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അഗൈൻ ഞാനിത് പറയുന്നത് പൊതുവെ നല്ലൊരു പെർസെൻറ്റേജ് ആൾക്കാർക്ക് ഓപ്പൺ ആംഗിൾ ഗ്ലൗക്കോമയാണ്. വേറെ പല അസുഖങ്ങൾ കാരണവും പ്രഷർ കൂടാം കണ്ണിൻ്റെ അകത്ത്. അതിൻ്റെ ആ പ്രഷറെ കയറ്റം വളരെ ഷാർപ്പായിരിക്കും. ഒരു ആവറേജ് ഇപ്പം നിമിഷം ഓബ്വിയസ്ലി ചോദിക്കേണ്ട കാര്യം, ഓബ്വിയസ്ലി പ്രഷർ എത്രയാണ് നോർമലിന്. ഇപ്പം ബ്ലഡ് പ്രഷർ 120/80 എന്നാണ് പൊതുവെ ഒരു ധാരണ. പ്രായം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. കണ്ണിൻ്റെ പ്രഷർ 17 മുതൽ 22 ഒരു ബ്രോഡായിട്ട് എടുത്തു കഴിഞ്ഞാൽ മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കറിയാണ് കണ്ണിൻ്റെ ഉള്ളിലുള്ള പ്രഷർ. അതിൻ്റെ പരിമിതി കൂടി വരുമ്പോഴാണ് ഗ്ലൗക്കോമ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഗ്ലൗക്കോമ. ചില സബ് ഡിവിഷൻസിൽ എക്സ്ട്രീമായിട്ട് പ്രഷർ വളരെ വേഗത്തിൽ കൂടുന്ന, ഇപ്പം പെട്ടെന്നൊക്കെ 30-35 എത്തിക്കഴിഞ്ഞാൽ ഉടനടി കാഴ്ചനെ ബാധിക്കും. നമ്മൾ ഫസ്റ്റ് കണ്ണ് വേദന എടുക്കാൻ തുടങ്ങും, കണ്ണ് ചുമന്ന് വരും, ഒരുമാതിരി തുടിക്കുന്ന വേദന മാതിരി വരും, എസ്പെഷ്യലി ആ ബാധിച്ച കണ്ണിൻ്റെ സൈഡിൽ. അങ്ങനെയൊക്കെയാണ് ഒരു ഇൻഡയറക്റ്റ് നമുക്കൊരു ഐഡിയ കിട്ടുന്നത് സംതിങ് ഈസ് റോങ് സംവെയർ. അങ്ങനത്തെ ഗ്ലൗക്കോമ ഹാൻഡിൽ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. പക്ഷേ ഇതിൻ്റെ ഡേഞ്ചർ, പിന്നെ ഇത് ആവർത്തിച്ച് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം ആൾക്കാർക്ക് ഇത് സിംറ്റംലെസ് ആയിരിക്കും. Which is very, very dangerous. So main thing is your eye pressure is a big factor. Eye pressure is the factor. Okay. ആ ഹോമിയോസ്റ്റേസിസ്, അതിൻ്റെ ആ ഒരു വർക്കിംഗ് എൻവയറമെൻറ്റ് തെറ്റുമ്പോൾ then you're in trouble. എന്നുവെച്ചാൽ കണ്ണെന്ന് പറഞ്ഞാൽ ബ്രെയിനിൻ്റെ എക്സ്റ്റൻഷൻ അല്ലേ. വേറൊരു ഗ്രന്ഥി അങ്ങനെയില്ല. വേറെ എന്തെങ്കിലും കണ്ണ് ഇഷ്യൂ ആണ്, can that convert അതൊരു ഗ്ലൗക്കോമയിലേക്ക് നീങ്ങാനുള്ളൊരു very relevant and very pertinent question. Let's go back to the earlier example. നമ്മൾ ബേസിൻ, സിങ്കും ടാപ്പും, റൈറ്റ്? ഒന്നെങ്കിൽ ടാപ്പിൻ്റെ തുറക്കുന്ന രീതി കൂട്ടിക്കഴിഞ്ഞാൽ ഫ്ലോ കൂടും, അപ്പോൾ പ്രഷർ കൂടും, താങ്ങാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ആ ഓട്ട, ഡ്രെയിനേജ് പൈപ്പ്, അതിൻ്റെ സൈസ് കുറഞ്ഞാലും വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറയില്ലേ, അപ്പോഴും പ്രഷർ കൂടും. ഇതാണ് ബേസിക് രണ്ട് മെക്കാനിസം ഈ ഗ്ലൗക്കോമയുടെ. ഇപ്പം നമ്മൾ ഈ വെള്ളം ഒഴുകിപ്പോകുന്ന സിങ്കിൻ്റെ ഓട്ടയുടെ സൈസ് കുറഞ്ഞു കഴിഞ്ഞാലാണ് ഒരുപാട് പ്രഷർ പെട്ടെന്ന് കൂടുന്നത്. അങ്ങനത്തെ സാഹചര്യങ്ങളിലാണ് ക്ലോസ്ഡ് ആംഗിൾ ഗ്ലൗക്കോമ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതിന് മറ്റേത് ഓപ്പൺ ആംഗിൾ ആയിരുന്നു, ഇത് ക്ലോസ്ഡ് ആംഗിൾ എന്ന് വെച്ചാൽ ആംഗിൾ അടഞ്ഞു പോവുക, ഒഴുക്ക് പുറത്തേക്കുള്ള ഒഴുക്ക് കുറയുക, അപ്പോഴും പെട്ടെന്ന് പ്രഷർ കൂടും. അപ്പോഴും എന്താ ടിപ്പിക്കലായിട്ട് കാണുന്നത് ക്ലോസ്ഡ് ആംഗിൾ ഗ്ലൗക്കോമയിൽ നേരത്തെ സൂചിപ്പിച്ച മാതിരി ഇതേമാതിരി പ്രഷർ പെട്ടെന്ന് സ്റ്റീപ്പായിട്ട് കൂടും. ഈ 24 വിട്ട് 30-35 എത്തുമ്പോഴത്തേക്കും കൃഷ്ണമണിയുടെ കട്ടി കൂടും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ലൈറ്റ് നോക്കുമ്പോൾ അവർ കാണുന്ന ഒരു അത്ഭുതകരമായ ഒരു കാഴ്ചയാണ്. ലൈറ്റിൻ്റെ ചുറ്റിനും നല്ലൊരു റെയിൻബോ. അപ്പോൾ ഈ റെയിൻബോ കാണുക, കണ്ണിന് വേദന എടുക്കുക, ചുമന്ന് വരിക, തുടിക്കുന്ന തലവേദന, ഇതുണ്ടെങ്കിൽ ദെൻ ഈ സാധ്യത കൂടുതലാണ് ആംഗിൾ ക്ലോഷർ ഗ്ലൗക്കോമയുടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് യെസ്, സോ ദാറ്റ്സ് വൈ ഐ സെഡ് ലാർജ് ഒരു സ്പെക്ട്രം ഉണ്ട്. ഈ സൈഡിൽ ഓപ്പൺ ആംഗിൾ, നോ സിംറ്റംസ് ടിൽ ദി എൻഡ്. ഈ അറ്റത്തുള്ളത് ഇതേമാതിരിയുള്ള അക്യൂട്ട് സിവിയർ ആയിട്ടുള്ള അറ്റാക്കുകൾ വരും ആംഗിൾ ക്ലോഷറിൽ. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി സിംറ്റം വരും. സോ ഇറ്റ്സ് എ വെരി കോംപ്ലിക്കേറ്റഡ് ഡിസീസ്. ഗ്ലൗക്കോമ വരുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻസ്? യെസ്, ആബ്സല്യൂട്ട്ലി. ആവർത്തിച്ച് പറഞ്ഞ മാതിരി ബ്രെയിനിൻ്റെ എക്സ്റ്റൻഷനാണ് കണ്ണ്. അതിൽ നിന്ന് നേരെ ഒരു വയറ് പോകുന്നത് കണ്ണെന്ന് പറഞ്ഞൊരു സ്ട്രക്ചറിനോടാണ്.
അപ്പം ഈ പ്രഷർ കൂടുമ്പോൾ ഇതേമാതിരി പുറയിലുള്ള റെറ്റിന എന്ന് പറഞ്ഞൊരു നരമ്പുണ്ട്. അത് നമ്മളിപ്പം ഒരു സിനിമാ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് സ്ക്രീനാണ്. ആ സെയിം സ്ക്രീന് നമ്മൾ കണ്ണിൻ്റെ പുറവശത്തുണ്ട്. അതിൻ്റെ ഉള്ളിൽ കുറേ വളരെ മൃദുലമായിട്ടുള്ള ന്യൂറോൺസ് ഉണ്ട്. ഈ ഡയോഡ് മാതിരിയാണ് ഇലക്ട്രോണിക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ. ലൈറ്റ് വീഴുമ്പോഴത്തേക്കും ഇലക്ട്രിസിറ്റി ഫോം ചെയ്യും. അത് വളരെ അത്ര ഡെലിക്കേറ്റ് ആയിട്ടൊരു സാധനത്തിൻ്റെ മേളിൽ നമ്മൾ ഇപ്പം ഒരു എന്താ അതിന് പറയുക, ഒരു സോഫ്റ്റ് ആയിട്ടൊരു ഓബ്ജക്റ്റിൻ്റെ മേളിൽ നമ്മളിപ്പോൾ ഒരു പേപ്പർ വെയിറ്റ് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ അതിൻ്റെ ഷേപ്പ് മാറും, ഡാമേജ് ആവും. റൈറ്റ്. അതേമാതിരി ഇതിൻ്റെ മേളിൽ പ്രഷർ അമർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ നരമ്പുകളിലേക്കുള്ള രക്തോട്ടം കുറയാണ്. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഏറ്റവും സിംപ്ലിസ്റ്റിക് ഫോമിലാണ്. ഇത്ര സിമ്പിൾ അല്ല ഇതിൻ്റെ മെക്കാനിസം. ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഇതാണ് ബെസ്റ്റ്. പ്രഷർ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ബ്ലഡ് സർക്കുലേഷൻ നിൽക്കും. ഏതും അവയവത്തിന് ബ്ലഡ് സർക്കുലേഷനിൽ നിന്ന് കഴിഞ്ഞാൽ ആ വസ്തു പതുക്കെ പതുക്കെ ദ്രവിച്ച് നശിഞ്ഞു പോകും. ആ സെയിം ഇതാണ് ഇഷ്യൂ. പക്ഷേ ബാക്കി ഏതൊരു ഗ്രന്ഥിയായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, കണ്ണ് ഇത്രക്കും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വസ്തുവായ കാരണം ഒരു പ്രാവശ്യം നശിഞ്ഞൊരു സാധനത്തിന് റീജനറേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഈസ് നിയർലി സീറോ. എന്ന് വെച്ചാൽ ഒരു ഗ്ലൗക്കോമ പേഷ്യൻ്റെ അവസ്ഥ, ഈ ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ നിമിഷയുടെ മുഖത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് വേറെ ഒന്നും കണ്ടുവിടാ, ഈ സൈഡിലുള്ള എല്ലാം പോയി, അൺലെസ് ഇറ്റ് സൈക്കോളജിക്കൽ ഓബിയസ്ലി, ദെൻ ഇത് തിരിച്ചു കിട്ടാനുള്ള സാധ്യതയില്ല, കിട്ടൂല, അത് പോയി. അപ്പം ഇതിൻ്റെ സിറ്റുവേഷനെ എങ്ങനെയെങ്കിലും ആ സ്റ്റേജിൽ നിർത്തുക എന്നുള്ളതാണ്. അതിനെ പ്രൊസീഡ് ചെയ്യാൻ സമ്മതിക്കരുത്. അപ്പോൾ നമുക്ക് ഗ്ലൗക്കോമ ഉണ്ട് എന്നുള്ളൊരു സംശയം തോന്നുമ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി ഡോക്ടറെ അടുത്ത് പോവും. അപ്പോൾ ഡോക്ടറെ അടുത്ത് പേഷ്യൻ്റ് എത്തുമ്പോൾ ജനറലി വാട്ട് ടൈപ്പ് ഓഫ് ടെസ്റ്റ്, എന്ത് ടെസ്റ്റുകളാണ് കണ്ടക്ട് ചെയ്യാറ് എന്നാണ്? കൺഫർമേറ്ററി ടെസ്റ്റ് ബ്രോഡ്ലി എടുത്തു കഴിഞ്ഞാൽ 3 കാറ്റഗറിയാണുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫസ്റ്റ് ഒരു പേഷ്യൻറ്റിനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ നരമ്പ് ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ ആ നരമ്പിൻ്റെ മെയിൻ ഒരു സ്വിച്ച് ബോർഡ് ഉണ്ട്. ഞാൻ സ്വിച്ച് ബോർഡ് എന്നാണ് പറയുന്നത്, ആൾക്കാർക്ക് മനസ്സിലാവുന്ന വിധം. അപ്പോൾ ആ സ്വിച്ച് ബോർഡിൻ്റെ മേളിലല്ല നമ്മൾ നേരത്തെ പ്രഷറിനെ പറ്റി സംസാരിച്ചത്. അതിൻ്റെ രക്തോട്ടം കുറയുമ്പോൾ അതിൻ്റെ ഷേപ്പ് പതുക്കെ മാറും സ്വിച്ച് ബോർഡിൻ്റെ. ആ സ്വിച്ച് ബോർഡിൻ്റെ ഷേപ്പിൻ്റെ മാറ്റം അനുസരിച്ചിട്ട് നമുക്കൊരു ഊഹിക്കാം എവിടെയൊക്കെയാണ് ഡാമേജ് പറ്റിയിരിക്കുന്നത്, അതിൻ്റെ കളർ എന്താണ്, സൈസ് എന്താണ്. പൊതുവെ അത് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫസ്റ്റ് സംശയം ടിക്ക് അടിക്കാം. ഓക്കെ, സംശയമുണ്ട്. നെക്സ്റ്റ് ഓബ്വിയസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ണിൻ്റെ പ്രഷർ മെഷർ ചെയ്യും. അതിനും പല വിധത്തിലുള്ള മെഷീൻസ് ഉണ്ട്. ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള മെഷീൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എക്സാക്റ്റ് റീഡിങ് കിട്ടും. അത് മാത്രമല്ല, സംശയം തോന്നിക്കഴിഞ്ഞാൽ പല ദിവസത്തെ പല സമയങ്ങളിൽ വന്നിട്ട് ചിലപ്പോൾ എടുക്കേണ്ടി വരും. ചിലർക്ക് രാവിലെ ആയിരിക്കും പ്രഷർ കൂടുക. ബ്ലഡ് പ്രഷർ മാതിരി തന്നെ ഇതിനും ഉണ്ട് ഒരു വേരിയേഷൻ. ബോർഡർ ലൈൻ ആൾക്കാർക്ക് സാധാരണ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ച് നിർത്തൂല. അടുത്ത ദിവസം സംശയം തോന്നുന്നൊരു സമയം നിങ്ങൾ ഇന്ന സമയത്തൊന്ന് OPD വന്നിട്ട് വേഗം പ്രഷർ മെഷർ ചെയ്ത് എങ്ങനെ എലവേറ്റഡ് ആണെങ്കിൽ രണ്ടാമത്തെ ബോക്സിലും നമുക്ക് ടിക്കിടാം. You have a problem, possibly glaucoma. Last but not least, ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ഉണ്ട്. ആ കമ്പ്യൂട്ടർ എന്താ മെഷർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാഴ്ചയുടെ പരിമിതിയെ മെഷർ ചെയ്യുന്നത്. അത് നമ്മളൊരു ഡാർക്ക് റൂമിൽ വന്നിട്ട് ഒരു കമ്പ്യൂട്ടർ, ഒരു വലിയൊരു ഡോം മാതിരി ഉണ്ട്, സ്ക്രീൻ മാതിരി. അതിൽ ഒരേ ഭാഗത്ത് ഇങ്ങനെ ലൈറ്റ് അടിച്ചുകൊണ്ടിരിക്കും. നമ്മളെ കയ്യിലൊരു ബട്ടൺ ഉണ്ടാവും. ലൈറ്റ് കണ്ടാൽ ബട്ടൺ അമർത്തണം, ലൈറ്റ് കണ്ടില്ലെങ്കിൽ ബട്ടൺ അമർത്തില്ല. ഫോർ എക്സാമ്പിൾ, ഇതേമാതിരി ഈ നശിഞ്ഞു പോയ ന്യൂറോൺസിൻ്റെ ഏരിയയിൽ ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ നമ്മളത് കാണൂല, നമ്മളത് അമർത്തൂല. അപ്പോൾ ആ ഇൻഫർമേഷൻ മുഴുവൻ ഒരു കമ്പ്യൂട്ടർ പ്രോസസ്സ് വഴി ഒരു ചാർട്ടാക്കി നമുക്ക് പ്രിൻ്റ് ഔട്ടിൽ തരും. അതാണ് അൾട്ടിമേറ്റ്ലി നമുക്ക് ഒരു ഐഡിയ തരാം, ഡാമേജ് ഉണ്ടോ ഇല്ലേ, എത്രമാത്രം ഡാമേജ് ആയി. എന്നിട്ട് അതൊരു റെക്കോർഡായി മെയിൻറ്റെയിൻ ചെയ്യണം. എന്ന് വെച്ചാൽ എങ്ങാനും ഗോഡ് ഫോർബിഡ് ഗ്ലൗക്കോമ ഉണ്ടെങ്കിൽ തന്നെ അടുത്ത പ്രാവശ്യം നമ്മളിപ്പോൾ പ്രഷർ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡാമേജ് ആ ലെവലിൽ വെച്ച് നിൽക്കും, പോയത് തിരിച്ച് കിട്ടൂല. പിന്നെ വേറൊരു ഡൗട്ട്, യൂഷ്വലി ബ്ലഡ് പ്രഷേഴ്സ് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ബിക്കോസ് ഫെയിൻറ്റിങ് അങ്ങനത്തെ കുറേ സെൻസേഷൻസ്. ഐ പ്രഷർ വരുമ്പോൾ അത് ഓപ്പൺ ആംഗിൾ മൈൽഡ് ഇൻക്രീസ്, ചെറിയൊരു പ്രഷറിൽ കൂടി കഴിഞ്ഞാൽ ഒരു സിംറ്റവും കാണില്ല. പക്ഷേ
ആംഗിൾ ക്ലോഷർ നേരത്തെ പറഞ്ഞ മാതിരി 40-ഉം 50-ഉം പെട്ടെന്ന് പ്രഷർ കൂടുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വേദന, കണ്ണ് വേദന, ചുമന്ന് വരിക, തലവേദന, തുടിക്കുന്ന തലവേദന, പിന്നെ ലൈറ്റ് നോക്കുമ്പോൾ റെയിൻബോ. ഓക്കെ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഞാൻ ഇപ്പം കമ്മിങ് ബാക്ക് ടു മൈ പോയിന്റ്, ഫസ്റ്റ് സ്വിച്ച് ബോർഡ് ചെക്ക് ചെയ്യുക, നരമ്പ്, റൈറ്റ്, പ്രഷർ മെഷർ ചെയ്യുക, റൈറ്റ്, കമ്പ്യൂട്ടറൈസ്ഡ് പെരിമെട്രി എന്നാണ് ഇതിന് പറയുന്നത്. നമ്മൾ കാഴ്ചയുടെ പരിമിതി ചെക്ക് ചെയ്യുക. ഈ 3 കാര്യങ്ങൾ ബോക്സ് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തുടങ്ങേണ്ടത് ട്രീറ്റ്മെൻ്റ് ആണ്. സോ ദ നെക്സ്റ്റ് വുഡ് ഡെഫിനറ്റ്ലി ബി ട്രീറ്റ്മെൻറ്റ് മെഷേഴ്സ്. ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് മെഷേഴ്സ്, ക്യൂർ എങ്ങനെയാണെന്നുള്ളത്. ഗുഡ്. ഏത് ഗ്ലൗക്കോമയാണെങ്കിലും നമുക്ക് തിരിച്ച് ആ എക്സാമ്പിളിലേക്ക് പോവാം. ഓക്കെ. ടാപ്പ്, ബേസിൻ. ഒന്നെങ്കിൽ ടാപ്പ് അധികം തുറന്നിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ബേസിൻ്റെ ഓട്ട സൈസ് കുറഞ്ഞിരിക്കുന്നു. അതനുസരിച്ചിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി ചൂസ് ചെയ്യാം. ഓക്കെ. ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് മരുന്നാണ് എപ്പോഴും. തുള്ളി മരുന്ന് കൊണ്ടിട്ട് ഒരുമാതിരി ആ പ്രൊഡക്ഷൻ നമ്മൾ ആ ടാപ്പിന്ന് ചെറുതായിട്ടൊന്ന് അടയ്ക്കുക. വെള്ളത്തിൻ്റെ പ്രൊഡക്ഷൻ കുറച്ച് കഴിഞ്ഞാൽ ഒഴുക്ക് നോർമലൈസ് ചെയ്യൂലേ, അപ്പോൾ അതനുസരിച്ച്. അപ്പോൾ അതിന് പല വിധത്തിലുള്ള മരുന്നുകളുണ്ട്. ഇപ്പം വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആൽഫ ആഗനിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രഗ്സ് ഉണ്ട്. നല്ലൊരു ശതമാനം ആൾക്കാർക്ക് ഈ മരുന്ന് കൊണ്ടിട്ട് റിലീഫ് കിട്ടും. പക്ഷെ 2 കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഇത് ഒരു പ്രാവശ്യം കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഗുഡ്, ഇറ്റ്സ് ഗുഡ് ന്യൂസ്. ഓക്കെ. ഫസ്റ്റ് തിങ്, റെഗുലറായിട്ട് ഐ പ്രഷർ മെഷർ ചെയ്യണം. രണ്ടാമത്, റെഗുലറായിട്ട് നമ്മൾ കാഴ്ചയുടെ പരിമിതി ഇടയ്ക്കിടയ്ക്ക് വർഷത്തിലൊരിക്കലെങ്കിലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എങ്ങാനും ഇതിനെന്തെങ്കിലും മാറ്റം ഉണ്ടോ ഇല്ലെന്ന്. അതാണ് ഞാൻ പറയുന്നത്, ഈ റെക്കോർഡ് എപ്പോഴും ഭദ്രമായിട്ട് നമ്മളെ കയ്യിൽ സൂക്ഷിച്ച് വെക്കണം. റൈറ്റ്. മൂന്നാമത്തെ കാര്യം, ഒരു പ്രാവശ്യം മരുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ യു ഹാവ് ടു കണ്ടിന്യൂ ഇറ്റ്. അത് നമ്മളെ ബ്ലഡ് ഷുഗേഴ്സ് മാതിരിയാണ്, ഡയബറ്റീസ് മാതിരിയാണ്. മരുന്ന് കോൺസ്റ്റന്റ് ആയിട്ട് മരിക്കുന്ന വരെ ഉപയോഗിക്കേണ്ടി വരും. ഗ്ലാസസും ഇതുമായിട്ട് അൺഫോർച്ചുനേറ്റ്ലി ഒരു ബന്ധമില്ല. ആകെ കൂടിയുള്ളത് ലോങ് സൈറ്റുള്ള ആൾക്കാർക്ക് ഗ്ലൗക്കോമ വരാനുള്ള സാധ്യത കൂടുതലാണ്. ആ കണ്ണിൻ്റെ ഒരു സ്ട്രക്ചറിൻ്റെ വ്യത്യാസം അനുസരിച്ച് ചില ഇഷ്യൂസ് ഉണ്ട്. നോ, ബട്ട് ഞാൻ പറയുന്നത് മരുന്ന് കൊണ്ട് ഒതുങ്ങാവുന്നതാണെങ്കിൽ ഇറ്റ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. പിന്നെ ഉള്ളത് ലേസറാണ്. ഇതേമാതിരി ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി ഓട്ട വലുതാക്കാനുള്ള ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. ലേസർ വെച്ചിട്ട് നമ്മൾ കത്തിച്ച് ആ ഓട്ടയുടെ സൈസ് കൂട്ടും 2 ഏരിയയിൽ, ഡിപ്പെൻഡിങ് ഏത് ടൈപ്പ് ഗ്ലൗക്കോമയാണ്. ആ ഒഴുക്ക് കൂട്ടാനുള്ള ശ്രമമാണ് ഈ ലേസറുടെ ഉപയോഗം. അത് വെച്ചിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അൾട്ടിമേറ്റ്ലി ഇതൊന്നും ശരിയായില്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് ഓപ്ഷനാണ് സർജറി. സർജറി എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ കണ്ണ് തുറന്നിട്ട് അതിൽ നിന്നൊരു സ്ലൈസ് എടുത്തിട്ട് ആ കനാലിൽ നിന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചില്ലേ, വെള്ളം ഒഴുകുന്ന ഓട്ട, ആ ഓട്ടയുടെ സെപ്പറേറ്റ് ആയിട്ടൊരു ബൈപ്പാസ് ഉണ്ടാക്കും. മെയിൻ റോഡിൽ നിന്ന്, നാഷണൽ ഹൈവേയിൽ നിന്ന് സെപ്പറേറ്റ് ഒരു ബൈപ്പാസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിലേക്കൂടി ഒഴുക്ക് കൂടും. ദെൻ ദ പ്രഷർ ഇസ് നോർമലൈസ്. എഗൈൻ ഇത് സ്റ്റെപ്പ് വൈസ് ആണ് ചെയ്യുന്നത്. ഒബ്വിയസ്ലി ഒരാൾക്ക് ഡയറക്റ്റ്ലി ആരും സർജറി advise ചെയ്യില്ല. Only in a very small percentage of patients. And what are the chances of recovering? Recovery chances are very good. അതാണ് ഞാൻ പറയുന്നത്. ആൾക്കാർക്ക് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കാത്തതുകൊണ്ട് പേടിച്ചിട്ട് ആൾക്കാർ ഒന്നെങ്കിൽ കെയർലെസ്നെസ് അല്ലെങ്കിൽ ബേസിക്കലി പേടിയാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ സർജറി ചെയ്തു കഴിഞ്ഞാൽ യു ആർ സേവിങ് യുവർ ഐ. കണ്ണില്ലാതെ ഉള്ള ജീവിതം എല്ലാവർക്കും അറിയാലോ, ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്. എക്സാക്ട്ലി. അപ്പം വൺസ് ദിസ് ഇസ് ഡൺ, യുവർ പ്രഷേഴ്സ് ആർ അണ്ടർ കൺട്രോൾ, ദെൻ പിന്നെ യു ആർ സേഫ്, ബേസിക്കലി സേഫ്. ആൻഡ് ഇറ്റ് ഇസ് അത്രക്കും കോംപ്ലിക്കേറ്റഡ് അഫെയർ അല്ല, ഫെയർലി സിമ്പിൾ പ്രൊസീജിയേഴ്സ്. ആൻഡ് എഗൈൻ ആവർത്തിച്ച് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, മരുന്ന് കൊണ്ട് കൺട്രോൾ ചെയ്യുന്ന നല്ലൊരു ശതമാനം ആൾക്കാരുണ്ട്. അത്രമാത്രം അഡ്വാൻസ് ആയി മെഡിക്കേഷൻ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനെയറിലേക്ക് മൂവ് ഓൺ ചെയ്യാം. വിനോദിൻ്റെ സിസ്റ്ററിനെ ഗ്ലൗക്കോമ കണ്ടുപിടിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വളരെ ഡയറക്റ്റായ ക്വസ്റ്റ്യൻ ആണ്.
ഓൾറെഡി ഇദ്ദേഹത്തിന് ഓൾറെഡി ഒരു ജനറലി ഒരു ഐഡിയ ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട് ഗ്ലൗക്കോമയിൽ. ജനറ്റിക് കമ്പോണൻറ്റ് ഈസ് എക്സ്ട്രീംലി സ്ട്രോങ്. ഓക്കെ. അപ്പം ജനറ്റിക്സ് എന്ന് പറഞ്ഞാൽ പല മെക്കാനിസംസ് ഉണ്ട്. ഓട്ടോസോമൽ റിസസീവ്, ഡോമിനൻ്റ്, അങ്ങനെയൊക്കെ ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. പക്ഷേ ഓപ്പൺ ആംഗിൾ ഗ്ലൗക്കോമയിൽ ഫാദറിനോ മദറിനോ ഉണ്ടെങ്കിൽ മക്കൾക്ക് വരാനുള്ള സാധ്യത വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. അറ്റ് ദ സെയിം ടൈം ബിറ്റ്വീൻ സിബ്ലിങ്സ്, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, അവർ ബേസിക്കലി 50% ഓഫ് ജനറ്റിക് മെറ്റീരിയലാണ് ഷെയർ ചെയ്യുന്നത് വിത്ത് ഈച്ച് അതർ. സോ ദ പെർസെൻറ്റേജ് ഈസ് ഈവൻ ഹയർ. അപ്പം എനിബഡി, എൻ്റെ സ്ട്രോങ് അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ, ആർക്കെങ്കിലും സിബ്ലിങ്ങോ പേരൻസിനോ ഗ്ലൗക്കോമ ഉണ്ടെന്ന് നേരത്തെ കണ്ടുപിടിച്ച ആൾക്കാരുണ്ടെങ്കിൽ ഒരു ബേസിക് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യുന്നത് അത്യാവശ്യമാണ്. മാക്സിമം ഒരു 20 മിനിറ്റിൻ്റെ എക്സസൈസാണ്. ആ 20 മിനിറ്റ് ആ ഡോക്ടറെ അടുത്ത് പോയി ഇരുന്ന് ആ ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞ് ക്ലീൻ ചിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സമാധാനത്തോടെ നമുക്ക് ജീവിതമായിട്ട് മുന്നോട്ട് നീങ്ങാം. അല്ലെങ്കിൽ പിന്നീട് ഒരുപാട് അഡ്വാൻസ് ആയി കഴിഞ്ഞ് പിന്നെ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി ഇത് ഇറിവേഴ്സിബിൾ ഡിസീസാണ്. ആ ഡാമേജ് പറ്റിയത് ഒരിക്കലും നമുക്ക് ശരിയാക്കാൻ പറ്റില്ല. അപ്പോൾ ദയവ് ഇത് ആരെന്ന് വെച്ചാൽ അടുത്തുള്ളൊരു കണ്ണ് ഡോക്ടറെ അടുത്ത് പോയിട്ട് സിമ്പിൾ 3 ടെസ്റ്റുകൾ, മൂന്നാമത്തെ ടെസ്റ്റ് ചെയ്യണമെന്ന് തന്നെ ഇല്ല. പ്രഷേഴ്സ് തന്നെ നോർമൽ ആണെങ്കിൽ ഒരു 70-80% ഓൾറെഡി യു ആർ ഇൻ ദ ക്ലിയർ. സോ പ്ലീസ് ഗെറ്റ് ഇറ്റ് ഡൺ എന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ അധികം വൈകിക്കാതെ സിസ്റ്ററിനെയും കൊണ്ടിട്ട് നല്ലൊരു ഐ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡീറ്റെയിൽഡ് ചെക്കപ്പ് നടത്തുക. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ഓൺ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ 42-year-old മെയിലാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ലൈറ്റ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഐ ക്യാൻ സീ റെയിൻബോ കളേഴ്സ് അറൗണ്ട് ഇറ്റ്. എൻ്റെ അച്ഛന് ഗ്ലൗക്കോമ ഉണ്ടായിരുന്നു. യെസ്, വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ആക്ച്വലി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഇദ്ദേഹത്തിന് ഓബ്വിയസ്ലി ഓപ്പൺ ആംഗിൾ ക്ലോഷർ ഗ്ലൗക്കോമ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം മെക്കാനിസം നമ്മൾ നേരത്തെ ഡിസ്ക്രൈബ് ചെയ്തതാണ്. ഈ സാധാരണ ഗ്ലൗക്കോമ ഇപ്പോൾ ഫാദറിനും ഗ്ലൗക്കോമ ഉണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്ത് ടൈപ്പ് ഗ്ലൗക്കോമ എന്ന് നമുക്ക് തീരുമാനിക്കാൻ വരട്ടെ. ഒരു കാര്യം ക്ലിയർ ആണ്, ആ ലൈറ്റിൻ്റെ ചുറ്റിനുള്ള ആ റെയിൻബോ കാണുമ്പോൾ ഓൾറെഡി പ്രഷർ ഒരു പരിമിതി വിട്ട് പോയിരിക്കുന്നു. എന്താ വെച്ചാൽ ആ പ്രഷർ കൂടിയിട്ട് നരമ്പിനെ മാത്രമല്ല ബാധിക്കുന്നത്, കൃഷ്ണമണിയുടെ മേളിലും ബാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ബാധിച്ചു വരുമ്പോൾ വെള്ളം കെട്ടാൻ തുടങ്ങും കൃഷ്ണമണിക്കകത്ത്. ലൈറ്റ് വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ എല്ലാവർക്കും അറിയാം അങ്ങനെയാണ് റെയിൻബോ ഫോം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ കുറച്ചും കൂടി ശ്രദ്ധിക്കണം, എത്രയും വേഗം ഡോക്ടറെ അടുത്ത് പോകണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈപ്പ് ആൾക്കാർക്ക് നരമ്പിന് വരാനുള്ള ഈ ഡാമേജ് കുറച്ച് അധികമാണ്. റെക്കറൻ്റ് ആയിട്ട് ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരുന്നാൽ ആ ഡാമേജ് ഈസ് ഈവൻ വേഴ്സ് ദാൻ ഓപ്പൺ ആംഗിൾ ഗ്ലൗക്കോമ എന്ന് ഞാൻ ഊഹിക്കുന്നു കേട്ടോ. എഗൈൻ പേഷ്യൻറ്റിനെ കാണാതെ നമ്മൾ അഭിപ്രായം പറയുന്നത് പാർഷ്യലി ശരിയല്ല. പക്ഷേ ഈ കഥ കേട്ട് കഴിഞ്ഞാൽ മിക്കവാറും അതാവാനേ സാധ്യതയുള്ളൂ. അപ്പോൾ ഡോണ്ട് ടേക്ക് ചാൻസസ്. സെയിം അഡ്വൈസ് ടു യു. ഡോക്ടറെ വേഗം തന്നെ കാണുക. അടുത്തത് ഇറ്റ്സ് എ ഫീമെയിൽ. ആളുടെ ഇഷ്യൂ എന്ന് പറയുന്നത് വെൻ ഷീ ലുക്സ് അറ്റ് മൊബൈൽ ഫോണിൽ നോക്കുമ്പോഴും കമ്പ്യൂട്ടറിൽ നോക്കുമ്പോഴും വിഷ്വൽസ് ഒന്നും ക്ലിയർ ആയിട്ട് ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല. ഏജ് മെൻഷൻ ചെയ്തിട്ടില്ല. ബട്ട് ഐ എം അസ്യൂമിങ് ഓഫീസ് ആയിരിക്കും, ബിക്കോസ് മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടേഴ്സ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഓക്കെ, ഇത് പ്രോബ്ലി ഗ്ലൗക്കോമായിട്ട് ബന്ധമുണ്ടാവാനുള്ള സാധ്യത കുറവാണ്. കാഴ്ചക്കുറവ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ ഗ്ലൗക്കോമ എന്ന് പറഞ്ഞ അസുഖം കാഴ്ചനെ ഡയറക്റ്റായിട്ട് ബാധിക്കില്ല, കാഴ്ചയുടെ പരിമിതിനെയാണ് ബാധിക്കുന്നത്. അപ്പം ആള് 6x6 വായിക്കും, ലാസ്റ്റ് ലൈൻ വരെ ഏറ്റവും ചെറുത് വായിക്കും, സൈഡിലുള്ളത് കാണുന്നില്ല. ഇപ്പം ഈ ലേഡിക്കുള്ളത് സാധാരണ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓഫീസ് ഗോസ്, എസ്പെഷ്യലി 40ക്ക് മേലെയുള്ള ആൾക്കാർ, അവർക്ക് ഈ അടുത്തുള്ള കാഴ്ച പതുക്കെ കുറഞ്ഞു വരും. അത് ഒരു നാച്ചുറൽ ഏജിങ് ഫിനോമിനനാണ്. അതിന് പ്രെസ്ബയോപ്പിയ അഥവാ വെള്ളെഴുത്ത് എന്ന് പറയും മലയാളത്തിൽ. അതിലെന്താ പറ്റുന്ന ആ ഫോക്കസ് ചെയ്യുന്ന മസിലിൻ്റെ കപ്പാസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഈ കമ്പ്യൂട്ടർ നോക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി കോൺസ്റ്റൻ്റ്ലി നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത്ര അടുത്ത് വെച്ചിട്ടല്ല വായിക്കുന്നത്. അപ്പം അങ്ങനത്തെ ആൾക്കാർ പെട്ടെന്ന് മൊബൈൽ ഫോൺ നോക്കും, അപ്പോൾ ഒന്നും കൂടി സ്ട്രെസ് ചെയ്യും. പിന്നെ പെട്ടെന്ന് കമ്പ്യൂട്ടറിലേക്ക് നോക്കുമ്പോൾ ആ ഫോക്കസ് ചെയ്യാനുള്ളൊരു ടൈം ഗ്യാപ്പ് ഉണ്ട്. ആ ഡ്രം തിരിക്കുന്ന സമയം, SLR ക്യാമറയിൽ ആ ഡ്രം തിരിക്കുന്ന നമ്മൾ സംസാരിച്ചില്ല, അതിൻ്റെ സമയം നമ്മൾ കുറച്ചധികം എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരത്തേക്ക് ബ്ലേഡ് ആയിരിക്കും. പിന്നെ നമ്മൾ കണ്ണ് അടച്ചും തുറന്ന് പതുക്കെ ഫോക്കസിലേക്ക് വരും. പക്ഷേ അതിനും ഉണ്ട് ഒരു പരിമിതി.
അപ്പം ഞാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരോട് ഒരു ഡോക്ടറെ കണ്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഒരു കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി എല്ലാം ഈ ഫോക്കസിങ് പ്രോബ്ലംസിന് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പിന്നീട് അത് ഒരുപാട് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ഡയറക്റ്റായിട്ട് ജോലിനെ ബാധിക്കുന്ന. ഫോർ എക്സാമ്പിൾ പ്രൊഡക്ടിവിറ്റി കുറയും, തലവേദന എടുക്കും, ലീവ് എടുക്കാൻ തുടങ്ങും, എക്സെട്രാ എക്സെട്രാ. അതിപ്പോൾ കണ്ണിന് ഒരു പ്രോബ്ലം ഇല്ലെങ്കിലും നമ്മൾ ജനറലി ഇഫ് യു ആർ ഇൻ കോൺടാക്ട് വിത്ത് കമ്പ്യൂട്ടറും ഇതൊക്കെ കൂടുതൽ കാണുകയാണെങ്കിൽ അവർക്കും ഗ്ലാസ്സസ് നോട്ട് നെസസറി യൂസ് ചെയ്യണം. അഗൈൻ അതൊരു മിസ്നോമറാണ്. കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഡയറക്റ്റായിട്ട് നമുക്ക് കണ്ണിനോട് കമ്പ്യൂട്ടർ കാരണം നമുക്ക് കേടൊന്നും വരുന്നില്ല. അത് നമ്മൾ കണ്ണ് ഉപയോഗിക്കേണ്ട എൻവയറമെന്റ് മാറുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇതിൻ്റെ അകത്ത് എല്ലാത്തിൻ്റെ അകത്ത് ഓൾറെഡി ഫിൽറ്ററും എല്ലാം പിടിപ്പിച്ചിട്ടല്ലേ വരുന്നത്. അപ്പം മോഡേൺ കമ്പ്യൂട്ടർ സ്ക്രീൻസ് ആർ ബേസിക്കലി quite safe. TVs also. Interesting. So that's not a danger. അപ്പോൾ വീട്ടിൽ കുട്ടികളടുത്ത് ടി വി അധികം നേരം കാണണ്ട, ഇറ്റ് കൻ എഫക്ട് യുവർ ഐസ്. Again, ടിവിയുടെ കാര്യത്തിൽ when you're talking about TVs, how long are they watching TV? Right. How far away are they sitting? At least 8 feet. At least 8 feet. അകലം and proper illumination. ഇപ്പോഴത്തെ LED LCDയിലൊക്കെ നല്ല ബ്രൈറ്റ്നെസ്സാണ്. അത് സാധാരണ ഹൊറർ ഫിലിമൊക്കെ കാണുമ്പോൾ ആൾക്കാർ ലൈറ്റൊക്കെ അടച്ചിട്ട് ഇറ്റ്സ് ഗുഡ് ഫോർ 1 hour and a half or 2. പക്ഷേ കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിക്രീസ് ഇല്യൂമിനേഷനിൽ ടി വി കണ്ടു കഴിഞ്ഞാൽ യു കൻ സ്റ്റാർട്ട് ഗെറ്റിംഗ് പ്രോബ്ലംസ്. ഗ്ലൗക്കോമയെ പറ്റിയിട്ട് ഞങ്ങൾക്ക് നല്ലൊരു ഇൻസൈറ്റ് ആണ് ഇന്ന് ഡോക്ടർ തന്നത്. താങ്ക് യു വെരി മച്ച് ഡോക്ടർ. മൈ പ്ലഷർ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗ്ലൗക്കോമയെ പറ്റിയിട്ടാണ്. ഗ്ലൗക്കോമയുടെ സിംറ്റംസ്, ട്രീറ്റ്മെൻറ്റ് മെഷേഴ്സ്, പ്രിവെൻഷൻ ആൻഡ് ക്യൂർ. അപ്പോൾ ഗ്ലൗക്കോമ ഇസ് എ സീരിയസ് ഡിസോർഡർ. അതിൻ്റെ ഒരു ചെറിയ സിംറ്റം പോലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വിസിറ്റ് എ ഡോക്ടർ ഇമീഡിയറ്റ്ലി. അപ്പോൾ ഇന്നത്തെ ഗുഡ് ലൈഫ് ഇതോടുകൂടി തന്നെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം.